ഹലോ ഫ്രണ്ട്സ്, സച്ചിൻ്റെ ചെമ്മൽ പോലെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീട്ടിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ രവീന്ദ്രനും സച്ചിൻ ഏവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ സുധി ഇങ്ങോട്ട് വരാത്തത് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇന്ന് വരണ്ടെന്ന അമ്മ പറഞ്ഞേക്ക് ഇത് പറയുമ്പോഴത്തേക്ക് രവീന്ദ്രനോട് പറയുമ്പോഴത്തേക്ക് രവീന്ദ്രൻ ചോദിക്കുക അതെന്താ അവൾ വേണമെന്ന് പറഞ്ഞാൽ അവന് പിരിക്കാനിരിക്കുകയാണെന്ന് ചോദിക്കുക. അതായത് അവൾ പിന്നെ തോന്നുന്ന വെച്ചാന്ന് പറയുമ്പോഴത്തേക്ക് ഇവക്ക് എന്തിൻ്റെ അസുഖം അവനാണ് തെറ്റ് ചെയ്തിട്ട് രണ്ടുപേരും ശ്രുതി മാത്രമല്ല ശ്രുതിയും കൂടെ തെറ്റ് ചെയ്തല്ലേ, പിന്നെ അവളങ്ങനെ ചെയ്യേണ്ട കാര്യം തന്നെ. അപ്പം രണ്ടുപേർക്ക് ഒരുപോലെ ശിക്ഷ കൊടുക്കണ്ടേ? രണ്ടുപേർക്ക് ഒരുപോലെ ശിക്ഷ കൊടുക്കാതെ ഇവരിപ്പം ഭയങ്കര രീതിയിൽ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ എന്നുള്ള രീതിയിൽ രവീന്ദ്രൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ശരിയാച്ചാ, പക്ഷേ എന്താ ചെയ്യാൻ, അമ്മയുടെ ദേഷ്യം നടക്കുന്നില്ല. പക്ഷേ അമ്മ എപ്പോഴും അപ്പോൾ സച്ചി പറഞ്ഞു അമ്മ എപ്പോഴും ഹൈഡ് ചെയ്യുന്നത് സുധീനെയാണ്, സുധി നല്ല പിള്ളയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം, മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ എഴുന്നേറ്റ് പോവുകയാണ്. നമ്മൾ സച്ചിൻ രവീന്ദ്രൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും ഒരുപോലെ തെറ്റ് ചെയ്തു, പക്ഷേ ശിക്ഷ മുഴുവൻ കൊടുക്കുന്നത് ശ്രുതിക്കും രക്ഷപ്പെടുത്തി വിടുന്ന അവന്. ഇപ്പോൾ ഇവർ രണ്ടുപേരും ഒന്നിച്ച് ചേർന്ന് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ശ്രുതിയെ നഷ്ടപ്പെട്ടു പോകുന്നുള്ള അമ്മയ്ക്കുള്ള പേടിയുണ്ട്. അതുകൊണ്ടായിരിക്കും മിക്കവാറും രേവതി അമ്മ അവർ രണ്ടിനെ അകറ്റി വെക്കുന്നത്. മാത്രമല്ല ഈ കള്ളത്തരം പറഞ്ഞിട്ടല്ലേ നേരത്തെ, അത് കള്ളത്തരം കാണിച്ചിട്ടുണ്ടല്ലോ, അത് ശ്രുതി കള്ളത്തരം കാണിച്ചുകൊണ്ടാണല്ലോ ആ ദേഷ്യമെല്ലാം തീർത്തുകൊണ്ടിരിക്കും. ഇത്ര നാൾ ഇത്ര ഏറ്റവും വലിയ മരുമോൾ എന്നുള്ള രീതിയിൽ നിൽക്കുമല്ലോ. മാത്രമല്ല എല്ലാവരുടെ മുമ്പേ നല്ല രീതിയിൽ പൊക്കി പിടിച്ചു എന്നുള്ളതാണ്. ആ അമ്മേനെയാണ് ഇല്ലാതാക്കി കളഞ്ഞ്, അതായത് രേവതി പറയാം ആ അമ്മേനെയാണ് ഇല്ലാതാക്കി കളഞ്ഞ്. അപ്പോൾ എല്ലാവരും മുമ്പ് അമ്മ നാണം കെട്ട് നിൽക്കുന്ന ഒരവസ്ഥ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ അമ്മയ്ക്ക് അവളോട് ദേഷ്യം എന്നുള്ള രീതിയിൽ പറയണം. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ അടുത്ത സീൻ കാണിക്കുന്നത് ശ്രുതി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ റൂമിൽ ചെന്നിട്ട് ശ്രുതി നമുക്ക് ഇനി ഒരു ദോഷം കൂടെ തരട്ടെ ചോദിക്കുമ്പോഴത്തേക്ക് വേണ്ട രേവതി മതി എന്ന് പറയും. എന്നിട്ട് ശരിയെന്ന് പറഞ്ഞ് തിരിച്ച് പോകാൻ നിൽക്കുമ്പോഴത്തേക്ക് രേവതി എന്ന് പറയുന്നത് അതിന് ശ്രുതി നിനക്കിപ്പോൾ സമാധാനം ചോദിക്കുക. എനിക്കിന് സമാധാനം അല്ല, നീ പറഞ്ഞില്ലേ, അല്ല എനിക്കും ശ്രുതിക്കും ഇവിടെ വഴക്ക് കേൾക്കുന്നുണ്ട്, പിന്നെ എനിക്ക് അടി കൊണ്ടിട്ടുണ്ട്, നിനക്ക് ഇതുവരെയായിട്ട് അടിയൊന്നും കൊണ്ടിട്ടില്ലല്ലോ, നീ വഴക്ക് മാത്രമല്ലേ കേട്ടുള്ളൂ. പക്ഷേ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് എനിക്കിങ്ങനെ സംഭവിക്കണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ എനിക്ക് ബ്രദറെ, നീ ആവശ്യമില്ലാതെ പറയരുത്. കാരണം നീ അങ്ങനെ ചിന്തിക്കുന്നൊരു മൈൻഡുള്ള ആളല്ല ഞാൻ, അത് നീ മനസ്സിലാക്കണം ശ്രുതി. മാത്രമല്ല നീ കഴിക്കാണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ വന്ന് നിന്നെ ഒന്ന് രക്ഷപ്പെടുത്തി, അത് നിന്നെ കഴിക്കാണ്ടിരുന്നുകൊണ്ട് നിനക്കൊന്ന് ആഹാരം കൊണ്ട് തരാമല്ലോ എന്നോർത്ത് വന്നതാണ്. നീ അപ്പോഴത്തേക്ക് നിനക്കിനി പച്ചവെള്ളം ഞാൻ തരത്തില്ല. കാരണം ഞാൻ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് അതപ്പം അപ്പോഴത്തേക്ക് ശ്രുതിയുടെ മുഖമൊക്കെ വല്ലാണ്ടായി പോകുന്നുണ്ട്. കാരണം ഈ വീട്ടിലുള്ള എല്ലാവരും കുറ്റപ്പെടുന്നുണ്ട്, ഇല്ലാതാക്കുന്നുണ്ടല്ലോ. കാരണം തെറ്റ് ചെയ്ത് നിങ്ങൾ ചെയ്തിട്ട് അതിലിപ്പം ഞാൻ നിങ്ങളെ സഹതാപിച്ച് ഒന്ന് ഫുഡ് കൊണ്ട് വന്നപ്പോഴത്തേക്ക് നീ എന്നെ പറയുന്നത് കാരണം നിൻ്റെ നന്മ കാണാൻ ആഗ്രഹിക്കാതെ നിൻ്റെ തിന്മ കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നാണ് നീ വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാര്യം, ഇനി മേല നിനക്ക് വേണ്ടി ഒരു കാര്യം കൂടി ഞാൻ ചെയ്തു തരത്തില്ല. ഇനി ഈ തിന്ന പ്ലേറ്റും പോയി കഴുകി മര്യാദയ്ക്ക് വെച്ചോണം. എന്നെ ഇനി വിളിക്കുകയും ചെയ്ത് നിൻ്റെ കാര്യത്തിൽ ഇനി ഞാൻ ഇടപെടാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ശ്രുതി പറയുന്നുണ്ട്. അങ്ങനെ രേവതി പറഞ്ഞ് നിർത്തുകയാണ്. അപ്പം അടുത്ത സീൻ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ദേവുവിൻ്റെ വീട്ടിലേക്കാണ്, അതായത് രേവതിയുടെ വീട്ടിലാണ് ദേവുവിന്. അപ്പോൾ അമ്മയും രേവതിയും ശരത്തും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയും അമ്മ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അവിടെ നടന്നതെന്ന് പറയുമ്പോഴത്തേക്ക് പറയും അങ്ങനെയൊക്കെ നടന്നല്ലേ, അത് ഭയങ്കര കഷ്ടമായിപ്പോയി എന്ന് പറയാം. എന്നാലും ഒരു കാര്യം മനസ്സിലായി മോളെ, കാരണം ദൈവം ഉണ്ടെന്ന് മനസ്സിലായി, ദൈവം കള്ളത്തരം കാണിക്കുന്നവരുടെ മധ്യ ദൈവം പ്രവർത്തിക്കുമെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ അവൾ ആ കാണിച്ചതുകൊണ്ട് ആദ്യം പറയുമ്പോൾ നീ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കും, നീ ചെയ്യാത്ത തെറ്റിന് നിന്നെ കുറ്റപ്പെടുത്തി നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ആ വീട്ടിൽ നിന്ന് ഓടിക്കാൻ വേണ്ടി അവൾ വരെ ശ്രമിച്ചല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് അതേ അമ്മ ശരിയാണ്. ശരത്ത് ചോദിക്കുന്നുണ്ട് ചേച്ചി എന്നാൽ പിന്നെ അവിടുന്ന് വീഡിയോ ഒന്ന് എടുത്തിരുന്നു അവിടെ പോടാ എന്നതിൻ്റെ ആവശ്യമില്ലെന്ന് പറയാം. അപ്പം അവളെ ഒരുപാട് അടിക്കുന്ന കാര്യത്തിൽ അടിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ എന്നാൽ പിന്നെ അതങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല മോനെ എന്ന് പറയുകയാണ് ചേച്ചി. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ശ്രുതി ചേച്ചി എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ഭയങ്കര ഒരു ഫ്രോഡാണെന്ന് തോന്നുന്നു പറയുമ്പോഴത്തേക്ക് അതന്നെ നീ അങ്ങനെ പറയാൻ കാര്യം. ഈ ശ്രുതി ചേച്ചി ഞാനവിടെ ആൻറ്റിയുടെ അവിടെ നിൽക്കുമ്പോൾ ആൻറ്റിയുടെ അടുത്ത് പല പ്രാവശ്യം പല ഇടപാടുമായിട്ട് വന്നിട്ടുണ്ട്, കാശിൻ്റെ കാര്യത്തിൽ പല ഇടപാടുമായിട്ട് വന്നിട്ടുണ്ട്, അതെനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് യാതൊരു രീതിയിലും ആ ചേച്ചിനെ വിശ്വസിക്കാൻ പാടില്ലെന്ന് പറയുമ്പോഴത്തേക്ക് ഞെട്ടുക, അതായത് രേവതിയും അമ്മയും ഞെട്ടുക. ശ്രുതി ഈ ആൻ്റണി ഒരു ഗുണ്ടല്ലേ, അപ്പോൾ എന്താ ഇടപാട് എന്ന് പറയുമ്പോഴത്തേക്ക് ആൻ്റണിയുടെ തന്നെ ഇടപാട് ക്യാഷ് മേടിക്കുക ക്യാഷ് കൊടുക്കുക അങ്ങനെയുള്ള പരിപാടിയൊക്കെ ആയിരിക്കും എന്നൊക്കെ പറയുന്നു. ആണോ ശരി ഇത് നോക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത സീൻ കാണിക്കുന്ന പറയുമ്പോഴത്തേക്ക്
നമ്മുടെ ശ്രുതി വരികയാണ്. ശ്രുതി വന്നിട്ട് ശ്രുതി കഥ തുറക്കും, കഥ തുറക്കുന്ന കുറേ തട്ടിട്ട് തുറക്കുന്നില്ല. പിന്നെയും തട്ടിക്കൊണ്ടു, ഞാൻ തട്ടിക്കൊണ്ടു ഒറ്റയ്ക്ക് വിളിക്കുകയാണ്. അപ്പം കേൾക്കാത്തതുകൊണ്ട് ചന്ദ്രമതി വിളിക്കുന്നുണ്ട്. എന്നാ നീ എന്താ കാണിക്കുന്നത് പറയുമ്പോഴത്തേക്ക് പറയാം, അല്ല അമ്മ ഞാൻ ഫ്രഷപ്പ് ആകാൻ വേണ്ടി വന്നു, പക്ഷേ ശ്രുതി കാതിൽ തുറക്കുന്നില്ല, നമുക്ക് വല്ല ഫ്രസ്ട്രേഷൻ ഉണ്ടെന്ന് തോന്നുന്നു, നമുക്ക് എന്തോ ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു, അമ്മ എന്ന് വിളിച്ചമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് മാറുന്നു പിന്നെ വിളിക്കും. അപ്പോൾ എല്ലാവരും വരും, അത് സച്ചിൻ രേവതി എല്ലാം വരിക. അവിടെ വന്ന് കഴിയുമ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ഇവൾ കഥ തുറക്കുന്നില്ല. കുറച്ച് നേരം കൊണ്ട് തട്ടി കഴിയുമ്പോൾ കഥ തുറന്നിട്ടാണ്, നീ എവിടെ കാണിത്തരാം, നീ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കാരണം നിനക്ക് കഥ തുറക്കാറിയത്തില്ല ചോദിക്കുമ്പോഴത്തേക്ക് അമ്മേ ഭയങ്കര ക്ഷീണമായിരുന്നു, ഇന്നലൊക്കെ ഭയങ്കര ക്ഷീണം, രാത്രിത്തെ ലേറ്റായിട്ട് കിടന്ന്, അതുകൊണ്ട് ഞാനിപ്പോൾ എഴുന്നേറ്റ് വന്നോളൂ എന്ന് പറയുമ്പോഴത്തേക്ക് ശരി ഉടനെന്ന് പറയുമ്പോൾ ശ്രുതിയോട് പറയും, ശ്രുതി നീ പെട്ടെന്ന് ഫ്രഷപ്പായിട്ട് പെട്ടെന്ന് വന്നേക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് ജോലിക്ക് പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞു. ശരിയമ്മയെന്ന് പറയാം. ഇതെല്ലാം മടിച്ച് നിൽക്കുന്നതായിരുന്നു ശ്രുതിയെല്ലാം മടിച്ച് നിൽക്കുന്നത്. കാരണം ഒരുമിച്ച് ചേരരുത്, അതിനുവേണ്ടി ചന്ദ്രമതി കാണിക്കുന്ന എല്ലാത്തിനും വേണ്ടി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അടുത്ത സീൻ എന്ന് പറയുമ്പോഴത്തേക്ക് ശ്രുതി അകത്ത് കയറി കഥ അടയ്ക്കുന്നത്. നീ എന്നെ കഥ അടയ്ക്കുന്നത്, എന്തിനാണ് കഥ അടയ്ക്കുന്നത്, കഥ ഒന്നും അടയ്ക്കണ്ട, ഇവിടെ ഇങ്ങനെ തുറന്നാൽ മാത്രം മതി, അങ്ങനെ നിങ്ങൾ പിന്നെ അടച്ചിട്ടുള്ളൊരു പരിപാടി നടത്തണ്ട എന്ന് പറഞ്ഞ് പോകണം. അത് കഴിയുമ്പോഴത്തേക്ക് ശ്രുതി പെട്ടെന്ന് വന്നിട്ട് ഈ ആൻറ്റിയുടെ അതായത് ചന്ദ്രമതിയുടെ ദേഷ്യം ഇങ്ങനെ നിന്നുകൊണ്ട് ഒന്ന് അങ്കിളെ ഒരു കാര്യം പറയണം, എന്നാ അങ്കിളെ ഇത് ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാൻ ശ്രുതിയുടെ നല്ലതിന് വേണ്ടിയില്ല ഞാൻ ചെയ്തത്, ശ്രുതിക്ക് നല്ലതിന് വേണ്ടി ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആശയത്തിന് വേണ്ടി ഒന്നും എടുത്തില്ലല്ലോ ആ ക്യാഷ്, കാരണം ശ്രുതിയുടെ നല്ലതിന് വേണ്ടിയല്ലേ ചെയ്തത് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ നല്ലതിന് വേണ്ടി നീ പറയുന്നത്, കാരണം നീ ആ 53 ലക്ഷം രൂപ അല്ല 50 ലക്ഷം രൂപ ഉണ്ടാക്കിയത് ഞാനാണ്, ഞാൻ കഷ്ടപ്പെട്ട് എത്ര വർഷത്തെ കഷ്ടപ്പാടാണെന്നറിയുമോ, നീ ആ കാശ് സിമ്പിളായിട്ട് നിനക്ക് അത് നീലിമയ്ക്ക് കൊടുത്തിട്ട് തിരിച്ച് കിട്ടിയപ്പോഴത്തേക്ക് അത് ഇവിടെ കൊണ്ട് തരണമായിരുന്നു, അപ്പോഴാണ് നിന്നോട് മതിപ്പ് കൂടുന്നത്. ഇവിടെ അച്ഛനമ്മ എന്ന് പറഞ്ഞ 2 പേരുണ്ട്, ഈ 2 പേരുടെ മധ്യം നിനക്ക് തരുമ്പോഴത്തേക്കല്ല നിന്നോട് സ്നേഹം കൊടുത്തില്ല. ഇതിപ്പോൾ നീ എന്നാ ചെയ്തേ, നീ ആ കാശ് അവക്ക് കൊടുത്ത്, ആർക്ക് പുതിയ ബിസിനസ് തുടങ്ങി. മാത്രമല്ല ഇതിൻ്റെ 2 അവകാശികൾ വേറെ ഉണ്ട്, സച്ചിയുണ്ട് ശ്രീകാന്തും ഉണ്ട്. അപ്പോൾ അവരുടെ കാര്യത്തിൽ എന്താ തീരുമാനത്താണ്, അവർക്ക് ഇതിനൊക്കെ അവകാശമില്ലേ, അപ്പം നിനക്ക് മാത്രം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വിഴുങ്ങുക എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ ആ ഒറ്റപ്പാടുള്ള പരിപാടി ഇവിടെ നടക്കത്തില്ല. കാരണം ഇവിടെ ആണുങ്ങൾ വേറെ ഉണ്ട്, ആൾക്കാർ വേറെ ഉണ്ട്, അവകാശികളുണ്ട്. ഇതൊക്കെ നീ എന്താ ചിന്തിക്കാത്ത, നിനക്ക് നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം നടന്നാൽ മതി. അപ്പം നീ രക്ഷപ്പെടണം എന്നുള്ള ഓർത്തിട്ടല്ല എന്തിന്, അല്ലെങ്കിൽ ഇത് പങ്കിട്ട് കൊടുക്കത്തില്ല, പങ്കിട്ട് കൊടുക്കണമല്ലോ. കാരണം അത് നിങ്ങൾക്ക് കിട്ടുന്ന വീതം എടുത്ത് നിങ്ങൾ ബിസിനസ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ വേറെ വല്ലതും പ്ലാൻ നോക്കണം. കാരണം ബുദ്ധി ഉണ്ടല്ലോ, പഠിത്തം ഉണ്ടല്ലോ, എല്ലാം ഉണ്ടല്ലോ. പിന്നെന്താ, അല്ലാതെ പിന്നെ നിങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഇല്ല, അല്ലാതെ നിങ്ങൾ ഇരുന്നിട്ട് എന്താ എൻ്റെ പ്രയോജനം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, അല്ല നിങ്ങളെ ഞാനിപ്പോൾ വിചാരിച്ചത് പറഞ്ഞ എന്നാ ശ്രുതിയുടെ പ്ലാൻ അനുസരിച്ചുള്ള ഒരു ബിസിനസ് ചെയ്യണം, ഇത്ര ഫണ്ട് വേണം, അതുകൊണ്ട് അങ്ങനെ ചെയ്ത് എന്നാ പ്ലാനാണെന്നില്ല, അതിന് ബദലായിട്ട് വേറെ എന്തെങ്കിലും മാർഗം കാണും. ഞങ്ങൾ ഈ ക്യാഷ് തരാതിരിക്കത്തൊന്നുമില്ല, പക്ഷെ ഇവിടെ കൊണ്ടുതരാം. ചന്ദ്രമതിക്ക് നിന്നോടുള്ള ദേഷ്യമില്ല, എന്താണ് നീ ചെയ്ത തെറ്റാണ്, തെറ്റെന്ന് പറഞ്ഞാൽ ചെയ്ത തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തെ ചന്ദ്രമതി ഓടി വന്നിട്ട് നീ എന്നെ ഇവിടെ ഇറങ്ങടെ ഇവിടെ എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങുക, ഈ റൂമിൽ നിന്ന് ഇറങ്ങുക. കാരണം അല്ല അങ്കിളിനോട് സംസാരിച്ചില്ല, നീ അങ്കിളോട് സംസാരിക്കേണ്ട, കാരണം എന്താ കാരണം നീ എന്നെ രവിയേട്ടൻ്റെ മനസ്സ് മാറ്റാൻ നോക്കുക, ഇവിടെ നിൽക്കണം, നീ പൊക്കെ ഇറങ്ങടി എന്ന് പറയും. ഇറക്കി വിടുകയാണ്. അങ്ങനെ പിന്നെ അടുത്ത സീൻ കാണിക്കുമ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഡൈനിങ് ടേബിളിൽ വന്ന് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴത്തേക്ക് സച്ചിയുണ്ട്, രേവതിയിൽ നിന്ന് വെള്ളം കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പം വർഷയുണ്ട്, ശ്രീകാന്ത് കഴിച്ചുകൊണ്ടിരിക്കുക, 3 പേരും കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം ചന്ദ്രമതി വരുമ്പോഴത്തേക്ക് അതിനെന്നെ രേവതി വിളിക്കാതെ, അല്ലെ അമ്മ ഞാൻ വിളിക്കാൻ ഒരുങ്ങുമായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് വന്നിരിക്കും. എന്നിട്ട് ദോശ ചപ്പാത്തി എടുത്തിട്ട് കൊടുക്കുകയാണ്. കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ശ്രുതി അങ്ങോട്ട് വരും. ശ്രുതി വന്നപ്പോഴത്തെ കഴിക്കല്ല എന്ന് പറഞ്ഞു വെച്ചപ്പോഴത്തേക്ക് നീ ഇരിക്കടാ എന്ന് പറയുമ്പോഴത്തേക്ക് ചന്ദ്രൻ ഇരിക്കുക. ഉടനെ നമ്മുടെ ശ്രുതി ഇരിക്കാൻ പോകുമ്പോഴത്തേക്ക് നീ ഇവിടെ പോന്ന്, നീ ഇവിടെ നിൽക്കുക, നീ ഇപ്പം പിന്നെ കഴിച്ചാൽ മതി എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും കഴിച്ചാൽ മതി. അമ്മയെ അവൾക്ക് വിശക്കുന്നുണ്ടല്ലോ, എല്ലാവരും ഇവിടെ രേവതി നിൽപ്പുണ്ടല്ലോ, അവൾക്കും വിശക്കുന്നുണ്ട്, അവിടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് നീ ഇപ്പം കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിർത്തുമ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട്, അതായത് ഒരു കുഞ്ഞിൻ്റെ അടുത്ത് ബാറ്ററി ഇട്ട് പാവ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് കുറേ നാൾ ആദ്യം ഭയങ്കര കളിയായിരിക്കും, ഭയങ്കര കളി കളിച്ച് ഭയങ്കര ലാളനയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ശരിക്കും ആ ഇത് എന്താ പറയുക, ആ ലാളന മാറിയിട്ട് പെട്ടെന്ന് എന്നാ ചെയ്യും, ബാറ്ററി തീർന്നു കഴിയുമ്പോഴത്തേക്ക് എടുത്ത് തൂരെ എറിയും. ആ ഒരു അവസ്ഥയാന്ന് പറയുമ്പോഴത്തേക്ക്
ഇതേ ഉടനെ ശ്രുതി പെട്ടെന്ന് പറയാണ് ഇതേ ഇത് എന്നെയും ശ്രുതി ഉദ്ദേശിച്ചാണ് നീ പറഞ്ഞത്, ഇതെന്നെ എന്തിനാ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത് ഇവിടത്തേക്ക്. പക്ഷെ പറയാം ഇൻഡയറക്റ്റ് ആയിട്ടൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞേ. അത് ചേട്ടൻ അല്ല ശ്രുതി ചേച്ചീനെ അത്ര രീതിയിൽ ആൻറ്റി കൊണ്ട് നടന്ന് ഇപ്പം ആൻറ്റി അതിനെ വലിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുക, അതിലിപ്പോൾ എൻ്റെ തെറ്റിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കൊണ്ടിരിക്കുക. അവിടെ ശ്രീകാന്ത് പറയും പക്ഷെ നീ മിണ്ടാതിരിക്കുക, അവരെന്തെങ്കിലും കാണിച്ചിട്ടെ എന്നുള്ള രീതി പറയണത്. അപ്പം എടാ ശ്രീകാന്ത് വർഷിപ്പ് പറഞ്ഞതിൽ ഇപ്പം എന്താ തെറ്റിരിക്കുന്നത്, അങ്ങനെ തന്നെ ഇവിടുത്തെ അവസ്ഥ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പറയുക ഉടനെ അതിപ്പം അപ്പോൾ എല്ലാവരും ചേർന്ന് ഞങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുന്ന നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യം പറയുമ്പോഴത്തേക്ക് രേവതി പറയുക ഇതിനൊക്കെ കുറ്റക്കാരൻ ഞങ്ങളാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പം അതായത് ഞാനും സച്ചിയേട്ടനാണെന്ന് പറയാം. അതെ രേവതി നമ്മളുണ്ടോന്ന് അവർ പറയുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾ കാശ് കെട്ടെടുത്തിട്ട് നിങ്ങൾ കൊണ്ട് ഒളിപ്പിച്ചിട്ട് അതിന് ഇപ്പം പറയുന്നത് പോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് തെറ്റുകാരൻ ഞങ്ങളാണെന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ലാതെ പറയുന്നത് പറയുമ്പോഴത്തേക്ക് പറയുക ചന്ദ്രമതി പറയുക ഇതില്ലാതെ തെറ്റുകാരൻ ഇവർ തന്നെയാണ്. ഹർഷയും രേവതിയും പറഞ്ഞ കറക്റ്റുകാർ അവർ തന്നെ തെറ്റുകാർ എന്നുള്ള രീതിയിൽ പറയുകയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രുതി പറയുകയാണ് ഇനി ഞാൻ ഈ വീട്ടിൽ നിന്നൊന്നും കഴിക്കത്തില്ലെന്ന് പറയുമ്പോഴത്തേക്കും കഴിക്കണ്ടെന്ന് പറഞ്ഞ് ചന്ദ്രമതി പറയുന്നുണ്ട്. അതുപോലെ സച്ചി പറയാം ഇവിടെ നിന്നും കഴിക്കുന്നിടത്ത് നേരെ പോയി ഹോട്ടൽ നല്ല കയറ്റും എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ സച്ചി നമ്മുടെ ശ്രുതി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മാറിപ്പോയിട്ടുണ്ട്. ഇതിങ്ങനെ വിട്ടാൽ ശരിയത്തില്ല, ആൻറ്റിയുടെ ദേഷ്യം എങ്ങനെയും കുറയ്ക്കണം, ഇതിന് പറ്റിയാണ് മാമാൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് നേരെ മാമയുടെ പോകുന്നത് അടുത്ത പരിപാടി. നേരെ മാമാടുത്ത് പോയിട്ട് ഭയങ്കര മാമ അകത്തുനിന്ന് വരുമ്പോഴത്തേക്ക് ഡൈനിങ് ടേബിൾ ഇരുന്നിട്ട് അകത്ത് വരുമ്പോഴത്തേക്ക് ആൻറ്റി പ്രശ്നം ആൻറ്റി, ഒരു രക്ഷയില്ല ആൻറ്റി, എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല ആൻറ്റി, സഹിക്കുന്നതിലപ്പുറം എങ്ങനെയും എന്നെ രക്ഷപ്പെടുത്താൻ ആൻറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഫുഡൊന്നും ഞാൻ കഴിച്ചിട്ടില്ല ആൻറ്റി എന്ന് പറയുമ്പോൾ ഓൾ ഈ ഫുഡ് കഴിക്കും നീ ഫുഡ് കഴിക്കാണ്ടിരിക്കുന്ന എന്തിനെന്ന് പറയാം. ഇല്ല ആൻറ്റി എനിക്ക് വേണ്ട ആൻറ്റി, കാരണം അതുപോലെ വിഷയങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുക, എനിക്ക് എങ്ങനെയും ഒന്നും എന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ ആൻറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അത് എങ്ങനെ രക്ഷപ്പെടുത്താനാ, ഒരു കാര്യം ചെയ്യും നീ ഫുഡ് കഴിക്കാം മോളെ. എൻ്റെ മക്കൾ അതായത് എൻ്റെ മരുമോളെ വിളിച്ചുകൊണ്ട് പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല, അന്ന് ഞാൻ ഫുഡ് കഴിക്കാണ്ടിരുന്നില്ലല്ലോ, അന്ന് ഞാൻ ഫുഡ് കഴിച്ച്, നീ ഫുഡ് കഴിക്കുക, ഒരു കാര്യത്തിലും പേടിക്കണ്ട, നീ ഫുഡ് കഴിക്കും മോളെ എന്നൊക്കെ പറഞ്ഞ് ഇല്ല ആൻറ്റി എങ്ങനെയും രക്ഷപ്പെടുത്തിയേ പറ്റൂ ആൻറ്റി, ഒരു കാര്യം ചെയ്യും എങ്ങനെയായാലും ചന്ദ്രമതി ആൻറ്റിയോട് സംസാരിച്ച് ഇത് മാറ്റിത്താന്ന് പറയുമ്പോഴത്തേക്ക് നീ പേടിക്കേണ്ട മോളെ, ഞാൻ മാറ്റിത്തരാം, കാരണം നിൻ്റെ ജീവിതം ഇങ്ങനെ പോകാൻ ഞാൻ അനുവദിക്കത്തില്ല, ഞാൻ കൊടുത്ത മരുമോളല്ലേ നീ, അപ്പോൾ നിൻ്റെ ജീവിതം ഇങ്ങനെ പോകാൻ അനുവദിക്കത്തില്ല, ഞാൻ എങ്ങനെ രക്ഷപ്പെടുത്താം, നീ കുഴപ്പമില്ല നീ ഫുഡ് കഴിക്കുന്ന പറയുമ്പോഴത്തേക്ക് ഇല്ല ആൻറ്റി ഞാൻ ഫുഡ് കഴിക്കുന്നില്ല, എങ്ങനെയും ഇത് സോൾവ് ആക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് സോൾവ് ആക്കാം, ഞാൻ ചന്ദ്രമതി സംസാരിക്കട്ടെ, അടുത്ത ദിവസം സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നിർത്തുന്ന ഒരു സീനാണ് നമ്മൾ അവസാനം കാണുന്നത്. ബാക്കിയുള്ള ഇത് നമ്മൾ വൈകിട്ട് 7 മണി ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് നാളത്തെ വിശേഷം ഇടുന്നുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് വിട പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.